ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിമിയാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്റ്റീം ഫിഷ് റെസിപ്പിയുമായിട്ടാണ്. സ്റ്റീം ഫിഷ് എന്ന് വെച്ചാൽ നമുക്ക് ഡിന്നറിനൊക്കെ നല്ല ചപ്പാത്തിക്കും അതേപോലെ കുബൂസിനും ദോശക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് വേറൊരു കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 ഷേരി ഫിഷ് എടുത്തിട്ടുണ്ട്. ഷേരി ഫിഷ് നല്ല വൃത്തിയാക്കിയിട്ട് നല്ല വരഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിത്ത് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ വെള്ളം നീരെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിലോട്ട് ഇച്ചിരി പുളി എനിക്ക് മതിയായില്ല എന്ന് തോന്നി, അതുകൊണ്ട് ഇത്തിരി ഞാൻ സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനിലോട്ട് ജസ്റ്റ് ഒന്നിപ്പോൾ പുരട്ടി വെക്കാം. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇച്ചിരി ചെറിയ ജീരകം, ഇച്ചിരി ഉലുവാന് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളെ സൗകര്യം പോലെ പൊടിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ഇതുപോലെയാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ മീനിന് മസാല പുരട്ടുന്ന പാത്രത്തിലോട്ട് ജസ്റ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇതുപോലെ തന്നെ വെളുത്തുള്ളി നന്നായി ചതച്ചെടുക്കുന്നുണ്ട്. ഇത്രയും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടെല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുക്കാം. എനിക്കിതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്, ഇച്ചിരി ഇങ്ങനെ ജസ്റ്റ് കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇതിലോട്ട് ഇത്രയും വലുപ്പമുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഒന്ന് കൂടിപ്പോയാൽ കൂടുതൽ എരിവാകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 4 ചേർത്തിരുന്നു, അപ്പം നല്ല എരിവായിപ്പോയി, അതുകൊണ്ട് ഒന്ന് കുറച്ചതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നമ്മുടെ നേരത്തെ ഉലുവാനും ജീരകവും പൊടിച്ചതും കൂടി ഉണ്ടല്ലോ, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. മീനിലോട്ട് നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക, നല്ല അമർത്തി തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ വിടവിലോട്ടൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഉൾഭാഗത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. പിന്നെ മിക്സിയിലാണ് നമ്മളിത്, ചെറിയ മിക്സിയിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നതെങ്കിൽ നല്ല പേസ്റ്റായി കിട്ടും. മാത്രമല്ല നല്ല ഗ്രേവി ആയിട്ടും കിട്ടും. വെറും വെള്ളം വേറെ നിൽക്കില്ല. ഞാനിപ്പോൾ മിക്സ് ചെയ്തതിൽ വെറും വെള്ളം വേറെ ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി തന്നെ ആയിട്ട് നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടും കിട്ടും ഇത് നമുക്ക് വെന്ത് വരുമ്പോൾ. അപ്പോൾ നമുക്ക് അപ്പത്തിനൊക്കെ നന്നായിട്ട് മുക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വേറൊരു കറിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇതൊരു നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഞാൻ ഒരു അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഞാനിതൊരു അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാഴയില ലഭ്യമാണെങ്കിൽ വാഴയിലയിൽ ചുരുട്ടി വെക്കുക, വാഴയിലയിൽ പൊതിഞ്ഞ് വെക്കുക, കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ അത് ലഭ്യമല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ അലുമിനിയം ഫോയിലിൽ നന്നായിട്ട് പാക്ക് ചെയ്ത് ഇത് അപ്പച്ചെമ്പിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 2 ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയോ ഇതൊരു ആവി വന്നതിന് ശേഷം ഇത് മൂടി വെക്കാം നമുക്ക്. ഇത് ആവി വന്നതിന് ശേഷം ഒരു 1/4 മണിക്കൂർ വേവാൻ വെക്കാം. നല്ല തീയിൽ തന്നെ വേവാൻ വെക്കാം, വലിയ തീയിൽ തന്നെ. ഇപ്പോൾ നമ്മുടെ സമയമായിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം.
തുറക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല നമുക്കിപ്പോൾ തിന്നാൻ തോന്നുന്ന സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സ്റ്റീം ഫിഷ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതുപോലെ ചതച്ചെടുത്തത് കൊണ്ട് ഇതുപോലെ വെള്ളം ഇങ്ങനെ കിടക്കുന്നത്. അതില്ലെങ്കിൽ ഇത് നല്ല പേസ്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് ദോശക്കൊക്കെ നന്നായിട്ട് ഇതുപോലെ, ഞാൻ ദോശക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ വേറൊരു കറിയുടെ ആവശ്യമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.